അബൂജഹലിന്റെ മകനായിരുന്നു ഇക്രിമ. ഇക്രിമ റളിയല്ലാഹു തആല അബൂജഹലിന്റെ മോനെ. ഈ അബൂജഹലിന്റെ മകൻ കപ്പലിൽ കയറി മുഹമ്മദ് നബിയുടെ മതം സ്വീകരിക്കണ്ടെന്ന് പറഞ്ഞ് കപ്പലിൽ കയറിയതാണ്. വേറെ നാട്ടിൽ പോയി ബൗദ്ധ വിശ്വാസമായിട്ട് ജീവിക്കാം, ട്രഡീഷനായ റിലീജിയനെ പിൻപറ്റി ജീവിക്കാം എന്ന നിലയിൽ തന്നെയാണ് ആ കപ്പലിൽ. അപ്പൊ കാറ്റും കോളും വന്ന് കപ്പലിങ്ങനെ ആടി ഉലഞ്ഞപ്പോൾ ശരിക്കും സാധാരണക്കാർ സഹോദരിമാരൊക്കെ ശരിക്കും മനസ്സിലാക്കുന്നു. കാറ്റിലും കോളിലും അത് ആടി ഉലഞ്ഞപ്പോ കപ്പിത്താൻ പറഞ്ഞു, അള്ളാനെ വിളിച്ചോളൂ, ഇനി അതല്ലാത്ത വേറെ വഴിയില്ല. ചിന്തിക്കണേ, അള്ളാനെ വിളിച്ചോളൂ, അതല്ലാത്ത വേറൊരു വഴിയും നമ്മുടെ മുമ്പിലില്ല എന്നാ പറയുന്നത്. അപ്പം അബൂജഹലിന്റെ മോനെ ഇക്രിമ ചോദിച്ചു, എന്താ പറഞ്ഞു? മുഹമ്മദ് നബി പറഞ്ഞ അള്ളാനെ വിളിക്കാനാണോ നിങ്ങൾ പറയണേ? അതെ, മുഹമ്മദ് നബി പറഞ്ഞ ആ അള്ളാനെ വിളിക്കാനാ. ആ അള്ളാഹ്ക്ക് മാത്രമേ കടലിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയൂ. അപ്പൊ കപ്പിത്താൻ പറഞ്ഞു, അതെ, അല്ലാണ്ട് ഇവിടെ നമ്മൾ വിളിക്കുന്ന ലോക്കൽ ഔലിയാക്കളോ അല്ലെ അമ്പിയാക്കളോ ഒന്നും ഇവിടെ വന്ന് നമ്മളെ രക്ഷപ്പെടുത്തില്ല. ഈ കടലിൽ നമ്മളെ രക്ഷപ്പെടുത്തണേ പടച്ചോൻ തന്നെ വേണം. അപ്പോഴാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു ചിന്തിച്ച്, ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ ഞാൻ കരയിലെത്തിയാൽ ഈ കടലിൽ ഞാൻ രക്ഷപ്പെട്ടാൽ മുഹമ്മദ് നബി പറഞ്ഞ അള്ളാനെ ഞാൻ ആരാധിക്കും. കാരണം എന്താ, ഈ ആഴക്കടൽ രക്ഷിക്കാൻ അള്ളാഹ്ക്ക് പറ്റെങ്കിൽ ഇത്രയൊന്നും പ്രതിസന്ധി ഇല്ലാത്ത കരയിൽ ആ റബ്ബ് തന്നെ പോരേന്ന്. ആ ഇക്രിമ മാറിയത് എന്തുകൊണ്ടാ? കടലിലും അല്ല, കരയിലും അല്ല. മക്കയിലെ മുശ്രിക്കുകളുടെ പ്രത്യേകത എന്താ? ഇനി ഞാൻ പറയണ 2 മിനിറ്റ് കാതു കൂർപ്പിച്ച് നിങ്ങൾ കേട്ട് ശ്രദ്ധിച്ചോളി. നിങ്ങൾക്ക് ചിന്തിക്കാനും ആരോടും പറയാനും നിങ്ങൾക്ക് പറ്റുന്ന ഒരു രംഗാത്. എന്താ അത്? ശരിക്കും ശ്രദ്ധിക്കണം. ഇക്രിമ എന്താ പറഞ്ഞത്? കരയിൽ ഞാൻ ലാത്തനെ വിളിക്കുന്നുണ്ട്, ഉസനെ വിളിക്കുന്നുണ്ട്, വദ്ദിനെ വിളിക്കുന്നുണ്ട്, തുവാനെ വിളിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള മഹാന്മാരൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട്. കടലിൽ വെച്ചിട്ട് മുഹമ്മദ് നബി വിളിച്ച, ഞാൻ ഏറ്റവും വെറുത്ത മുഹമ്മദ് നബി വിളിച്ച ആ അള്ളാനെ വിളിക്കണം ഞങ്ങൾ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയണം, അങ്ങനെയാണെങ്കിൽ ഞാൻ കരയിലെത്തിയാൽ ഇസ്ലാമാകും. ഇക്രിമ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, അബൂജഹലിന്റെ മകൻ വരുന്നുണ്ട്, ആരും മോശമായിട്ട് പെരുമാറരുത്. അബൂജഹലിന്റെ മോനാണെന്നുള്ള നിലയ്ക്ക് ആരും മോശമായിട്ട് പെരുമാറരുത്. നിങ്ങൾ ആലോചിക്കണം. ഇനി ഞാൻ പറയുന്ന പോയിന്റ് എന്തിച്ചോ, ഇക്രിമ അതുവരെ കരയിലും കടലിലും വിളിച്ചവരെ അദ്ദേഹം ഉപേക്ഷിക്കണം. എന്നാ കരയിലെത്തിയാൽ അദ്ദേഹം പിന്നെ വിളിച്ചോ? ഇല്ല. പക്ഷെ മുശ്രിക്കുകളോ കടൽ അള്ളഹാനോട് വിളിച്ചു, കരയിലെത്തിയപ്പോൾ അള്ളാന്റെ അടിമകളായ മരിച്ചു പോയവരോട് വിളിച്ചു. കടലിൽ വെച്ച് അള്ളഹാനെ വിളിച്ചതിനെ അള്ളാഹ് പറയുന്നു അതാണ് തൗഹീദ്. കരയിൽ വെച്ച് ഔലിയാക്കളെ വിളിച്ചതിനെ പറ്റി അള്ളാഹ് പറയുന്നു അതാണ് ശിർക്ക്. ഇനി ഖലീൽ തങ്ങൾ, നിങ്ങൾ എല്ലാവരും കേട്ടതാ, ഖലീൽ തങ്ങൾ ഇപ്പൊ ജീവിച്ചിരിപ്പുള്ള AP സുന്നി വിഭാഗത്തിലെ വലിയ തങ്ങൾ. ആ ഖലീൽ തങ്ങൾ കടലിൽ പെട്ട് കപ്പലാണോ ബോട്ടാണോ എന്ന് മൂപ്പർക്ക് തന്നെ സംശയം. 1 മിനിറ്റ് പറയും കപ്പലാണ്, അടുത്ത സെക്കൻഡ് പറയും ബോട്ടാണ്. എന്നിട്ട് മൂപ്പർ അവിടെ നിന്ന് പറയാണ്, ഞാൻ അപ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വന്നത്, ബദരീങ്ങളെ, നിങ്ങളല്ലാതെ എന്നെ രക്ഷിക്കാനില്ല. അബൂജഹലിന്റെ മകൻ ഇക്രിമ കടലിൽ വെച്ചിട്ട് എന്താ പറഞ്ഞു? അല്ലാ, നീ അല്ലാതെ എന്നെ രക്ഷപ്പെടുത്താനില്ല അല്ലാ. അതുകൊണ്ടാ ഇക്രിമ മുസ്ലിം ആയത്. പക്ഷെ ഖലീൽ തങ്ങൾ പറയുന്നത് ഞാൻ മുസ്ലിമാണ്. ഇത് കടലിലും ബദരീങ്ങൾ, കരയിലും ബദരീങ്ങൾ. മക്കാ മുശ്രിക്കുകളോ കടലിൽ പടച്ചോനെ മാത്രം, കരയിൽ. അപ്പൊ മക്കാ മുശ്രിക്കുകളുടെ പാതി ഈമാൻ പോലും ഇല്ലാത്ത സമ്പൂർണ്ണ കുഫറിൽ ജീവിക്കുന്ന ആളുകളാണ് ഖലീൽ തങ്ങളും അദ്ദേഹത്തിന്റെ അനുയായികളും.